ഇന്നത്തെ ഐറ്റമാണ് കപ്പ ബിരിയാണി. പാൻ വെക്കുന്നു. ഇപ്പോൾ ഒഴിച്ചത് ആക്ച്വലി ഓയിലല്ല, നമ്മുടെ ഫാറ്റാണ്, മീറ്റിൻ്റെ ഫാറ്റ്. ഇപ്പോൾ പാൻ വെച്ച് എണ്ണ ഒഴിച്ചു. നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് മുട്ട പൊട്ടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ അയ്യ ഉപ്പ് കുറച്ച് മതി. അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി, അടുത്തതായിട്ട് മുളക് പൊടി, അടുത്തായിട്ടെന്ന് പറഞ്ഞാൽ കറിവേപ്പില ഇടുക, വാരി വലിച്ചിടുക കറിവേപ്പില. എന്നിട്ട് അടുത്തായിട്ട് എന്താണ് അടുത്തായിട്ടുള്ള നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്ത് കപ്പ ബിരിയാണിയാണ്? പോർക്കൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചാണ്. കാരണം പോർക്കിൻ്റെ കറി വെച്ചിട്ട് കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യണം? ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഇത്. സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് എന്താണ്? ഇനി നമ്മൾ കപ്പ ഇട്ട് കൊടുക്കണം. മെയിനായിട്ടുള്ള കപ്പയല്ലേ, പുഴുങ്ങിയെടുത്ത കപ്പ നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണ്. കപ്പ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇതിൽ യോജിപ്പിക്കണം, സെറ്റാക്കണം. അപ്പം അടുത്തത് ഇതാ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം, നമ്മുടെ അരപ്പ്. അതായത് തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരി, കറിവേപ്പില, ഉപ്പ് എല്ലാം കൂടി ഇട്ട് നൈസായിട്ട് ഒതുക്കിയെടുത്ത സാധനമാണ്. അത് പറഞ്ഞ് കപ്പയുടെ അരപ്പാണ്. നമ്മളത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിനി മിക്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കപ്പ നന്നായിട്ട് ഇതിൽ യോജിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം. സാധാരണ എല്ലാവരും കപ്പ ബിരിയാണി അടിക്കുന്നത് ബീഫ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പോർക്ക് കൊണ്ടാണ് അടിക്കുന്നത്. വാവ്, ബൗളിൽ മൃദുലമായിട്ടിങ്ങനെ പിടിക്കുക. അതിങ്ങനെ ഇങ്ങനെ പയ്യെ 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 പൊക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. എല്ലാവരും ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും വീഡിയോ കാണുന്നത്. അപ്പോൾ നമുക്കിത് 2 മിനിറ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞത് കപ്പ ബിരിയാണി ഉണ്ടാക്കാം. അതായത് കപ്പ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം കപ്പ വേവിച്ചെടുക്കണം നമുക്ക്. അത് കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ പോർക്കാണെങ്കിൽ പോർക്ക്, ബീഫാണെങ്കിൽ ബീഫ്, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, എന്ത് ഐറ്റവും നമുക്കിതിൽ മിക്സ് ചെയ്യാം. അപ്പം ആ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം കറിയും എല്ലാം സെപ്പറേറ്റ് ഉണ്ടാക്കണം. സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് കപ്പ ബിരിയാണി പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമാണ് വെറും 2 മിനിറ്റ്. 2 മിനിറ്റിൽ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി. അപ്പോൾ നമുക്ക് കഴിക്കാം. കമാ. ആ നെയ്യൊക്കെ കണ്ടോ, ഇത് കണ്ടോ, ഞാൻ ഇറങ്ങി വരുന്നുണ്ടോ. എന്നിട്ട് അതിങ്ങനെ എടുത്തിട്ട് കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ എൻ്റെ മാൻ വേറെ ലെവൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.